ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ലഡുവാണ്. ഇത് സീഡ്സും നട്ട്സും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ എസ്പെഷ്യലി ലഡു ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ ഡേറ്റ്സും ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഇത്രയും നട്ട്സും സീഡ്സും എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം പരിചയപ്പെടുത്താം. കൂടാതെ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ശരീരത്തിന് ഒരു ദോഷമില്ല. എന്നാൽ അയൺ ഡെഫിഷ്യൻസി ഒക്കെ ഉള്ള കുട്ടികൾക്ക് ഇത് ഓരോന്ന് കൊടുത്താൽ വളരെ നല്ലതാണ്. അത് പ്രായമായിട്ടുള്ളവർക്ക് വളരെ നല്ലതാണ്. എല്ലാവർക്കും നല്ലതാണ്. അപ്പൊ ഈവനിങ്ങിൽ നമ്മൾ ഇത് കുട്ടികൾക്ക്, കഴിക്കാത്ത കുട്ടികളും ഈ മധുരമൊക്കെ കുറച്ചുള്ള കാരണം കഴിക്കും എല്ലാം. അപ്പൊ നമ്മൾ ഇതിന് ആദ്യം എന്തൊക്കെയാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തേക്കണമെന്ന് പരിചയപ്പെടുത്താം. ഇത് കാഷ്നട്ട് അല്ലേ, ബദാം, പീനട്ട്, വാൾനട്ട്, ഇത് ബ്ലാക്ക് സീസയും വൈറ്റ് സീസയും, ഫ്ലാക്സ് സീഡ്, പംകിൻ സീഡ്, ചിയ സീഡ്, സൺഫ്ലവർ സീഡ്. അപ്പോൾ 6 ഇനം സീഡ്സുകൾ 100 ഗ്രാം വീതം എടുത്തിട്ടുണ്ട് അല്ലേ. ഇതൊക്കെ 200 ഗ്രാം, നട്ട്സുകൾ 200 ഗ്രാം, ഡേറ്റ്സ് 1 kg. ഓക്കെ, പിന്നെ നമ്മളിത് ഒന്ന് റോസ്റ്റ് ചെയ്യണം. ആദ്യം ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തിട്ടാണ് അത് പൊടിക്കാന്ന് വെച്ചാൽ നമ്മൾ അരിപ്പൊടിയൊക്കെ പൊടിക്കുന്നത് പൗഡർ പോലെയല്ല, ഒന്ന് ക്രഷ് ചെയ്ത്, എന്നാലും വളരെ വലിയ തരിയല്ലാത്ത വിധത്തിൽ ഒന്ന് പൊടിച്ചിട്ട് അതും ഇത് നമ്മൾ വറുത്ത് നെയ്യിലൊന്ന് ചെറിയ 2 സ്പൂൺ നെയ്യിട്ട് വറുത്ത് നന്നായിട്ട് ഉടച്ചിട്ട് ഈ പൗഡറും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ലഡു ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളത് ചെയ്യുന്ന വിധം കാണിക്കാം. ഓക്കെ, പാൻ വെച്ചു. ഇനി ഓരോന്നെ നമ്മൾ വറുത്തെടുക്കാൻ പോകണം. ആദ്യം നമുക്ക് ബദാം എടുക്കാം. ഓക്കെ, 200 ഗ്രാം അല്ലേ. ഓക്കെ, അടുത്തത് നമ്മൾ വാൾനട്ട് ഇടാനാണ്. ഇത് 200 ഗ്രാമിനാണല്ലോ അല്ലേ. ഓക്കെ, ഇതും ഓക്കെ. നട്ട്സ് എല്ലാം വറുത്ത് കഴിഞ്ഞു അല്ലേ. ഇനി നമ്മൾ പംകിൻ സീഡ് ആദ്യം പറയാം. എടുത്തത് സൺഫ്ലവർ സീഡ്സ്, അടുത്തത് ഫ്ലാക്സ് സീഡ് അല്ലേ. ഓക്കെ, അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് റോസ്റ്റ് ചെയ്യാം അല്ലേ. ഓക്കെ, കറുത്ത എള്ളു, ഓക്കെ, വെളുത്ത എള്ളു, രണ്ടും കൂടി ഒരുമിച്ച്. നട്ട്സുകൾ രണ്ടും നട്ട്സ് വറുത്ത് എല്ലാം റോസ്റ്റ് ചെയ്തെടുത്ത് ഇനി നമ്മളിത് പൊടിച്ചിട്ട് വരാം. ഓക്കെ, സീഡ്സും നട്ട്സും സെപ്പറേറ്റ് പൊടിച്ചെടുത്തിട്ടുണ്ട്. രണ്ടും ഒന്നിച്ച് മിക്സ് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 2-3 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട്, നമുക്ക് കുറേ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, അപ്പം 3-4 സ്പൂൺ നെയ്യ് വേണ്ടി വരും. ഇത്രയും ഈന്തപ്പഴം ഇട്ടിട്ട് നന്നായിട്ട് ഉടച്ച് എടുക്കണം ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി. വെള്ളം ഒരു കാരണവശാലും വെള്ളത്തിൻ്റെ സ്പൂണിൻ്റെ വെള്ളം കൈകൊണ്ട് തൊടയൊന്നും ചെയ്യരുത്, കാരണം നമ്മുടെ ലഡു ചീത്തായിപ്പോയി. അതുകൊണ്ടാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം വളരെയധികം. ഒരു പാത്രത്തിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത്, സ്പൂണോ കയ്യിലോ ഒന്നും വെള്ളം ഉണ്ടാവരുത്, ഡ്രൈ ആയിരിക്കണം എല്ലാവരും. ഓക്കെ, മിൽമട നെയ്യാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. ഇതിട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ഈന്തപ്പഴം ഇവിടെയാണല്ലേ, നെയ്യുരി. ക്വാണ്ടിറ്റി അധികമുള്ള കാരണം നമ്മൾ അധികം ഈന്തപ്പഴം എടുത്തേക്കാണ്. ഇത് നന്നായിട്ട് ഉടയണം അല്ലേ ഇനി ഇത്. അതിനുശേഷം ക്രഷ് ചെയ്തതെല്ലാം ഇതിലിട്ട് മിക്സ് ആക്കും. ഓക്കെ, വെരി ഗുഡ്. ഇപ്പം ഏതാണ്ട് മിക്സ് ആയല്ലേ, ഉടഞ്ഞു, ഉടഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് ഇത്തിരി ഡ്രൈ ആയിരുന്നു ഈന്തപ്പഴം. ഈന്തപ്പഴം വാങ്ങിക്കുമ്പോൾ നല്ല
ഫ്ലഫി ആയിട്ട്, അതായത് സ്മൂത്ത്, നല്ല ഇതായിരിക്കണം, സ്മൂത്ത് ആയിട്ടുള്ള ഈന്തപ്പഴമാണ് അതായത് വാങ്ങിക്കണം. ഉണക്ക് കുറവുള്ളത് മേടിക്കണം. ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളത് വാങ്ങിച്ചാൽ നമുക്കിത് മിക്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ അത് കാരണമാണ്. അപ്പോൾ ഇത് ഇപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തു, മിക്സായി. ഇനി ഇതിൽ ഉടഞ്ഞു കഴിഞ്ഞല്ലേ? ഇനി നട്ട്സിന്റെ പൗഡറുകൾ ഇട്ടിട്ട് നമ്മൾ ലഡു പിടിക്കണം. ഓക്കെ. അത് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളപ്പോൾ ഇത് കുറച്ച് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കാൻ വേണം. കംപ്ലീറ്റ് എടുക്കുന്നില്ല, ഇതിനാവശ്യമുള്ളത് കുറച്ച് ഇട്ടിട്ട് നമ്മൾ ചെയ്ത് നോക്കാൻ വേണേ. ഓക്കെ, ഇത് കുറച്ച് നട്ട്സ് പൗഡർ ചേർത്ത് അല്ലേ? ഇനി സീഡിൻ്റെ പൗഡർ ഇട്ടിട്ട് മിക്സ് ചെയ്യാം. കൈ കൊണ്ട് ഇടിച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത്. അത് ചെയ്യും. നന്നായിട്ട് ഉടച്ച് ചേർക്കണം അല്ലേ? അപ്പം നമ്മളിതിൽ മിക്സ് ചെയ്തു, ഈന്തപ്പഴവും നട്ട്സിൻ്റെ പൗഡറെല്ലാം കൂടി മിക്സ് ചെയ്ത് ഉണ്ട പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതെല്ലാം പിടിച്ച് തീരണമെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഉണ്ടാകും. അപ്പോൾ ലാസ്റ്റ് നമ്മൾ കാണിക്കാം പിടിച്ചത് ഇത്രയും പിടിച്ചിട്ടുണ്ട്. എല്ലാം മിക്സ് ചെയ്ത് ലഡു ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലഡുവിൻ്റെ എല്ലാം കഴിഞ്ഞു. നമ്മൾ ലഡു ഉണ്ടാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. 1 കിലോത്തിൻ്റെ പൗഡറെല്ലാം പൊടിച്ച് നമ്മൾ ലഡു ഉണ്ടാക്കിയതാണിത്. ഇനി നമ്മൾ പൊടിച്ചതിൽ ബാക്കി പൊടി ഇത്രയും സ്റ്റോക്ക് ഉണ്ട്. ഇത് 1 കിലോ ഈന്തപ്പഴവും കൂടി നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കും. അപ്പം ഞങ്ങൾ 2 പേരെ ഇവിടെ ഉള്ളൂ. അത് കാരണം ഞങ്ങൾ ഒരുപാട് ഉണ്ടാക്കി വെക്കുന്നില്ല. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ ഉണ്ടാക്കി. ഇനി ഇത് തീർന്നു കഴിയുമ്പോൾ ഞങ്ങൾ ഇതുണ്ടാക്കി കഴിക്കും. ഓക്കെ, എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ. അപ്പോൾ ഈ ലഡു ഉണ്ടാക്കുന്ന രീതി നിങ്ങൾ താല്പര്യമുള്ളവർ പഠിക്കാം, ഉണ്ടാക്കി നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ, നല്ല ഹെൽത്തി ഫുഡാണ്, നല്ല ലഡുവാണ്, ടേസ്റ്റാണ്.